ഹലോ, ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കല്യാണമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുകയാണ്. ചച്ചുവാണ് വണ്ടി തിരിച്ച് വെക്കുന്നത്. അതിനുശേഷം നമ്മൾ വണ്ടിയിലേക്ക് കയറി യാത്രയാവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ദേവും അമ്മയൊക്കെ പെണ്ണിൻ്റെ വീട്ടിലെ വണ്ടിയിൽ കൂടെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലാണ് പോകുന്നത്. കാരണം നമ്മൾ ഒരുങ്ങി വന്നപ്പോഴത്തേക്ക് അവരൊക്കെ പോയി എന്നതാണ് സത്യം. അതിനുശേഷം ഇതാണ് പെണ്ണും ചെറുക്കനും. നമ്മൾ കല്യാണത്തിന് ചെന്നതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല, ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതിനകത്തൊന്നും കയറാൻ പോലും പറ്റിയിട്ടില്ല. പിന്നെ കയറി നമ്മളതാ സദ്യ ഉണ്ണാൻ വേണ്ടി ഇരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മുടെ തിരുവനന്തപുരംകാരുടെ സദ്യ എന്ന് പറയുന്നത്. ഇതിലേറ്റവും അടിപൊളി ഏറ്റവും ടേസ്റ്റുള്ള കറിയാണ് ഇരിക്കുന്ന വട കൊണ്ടുണ്ടാക്കിയ കറി. എനിക്ക് ഈ സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ. അത് നല്ല മസാലയൊക്കെ ഇട്ടിട്ടുള്ള സൂപ്പർ കറിയാണ്. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അടപ്രഥമനും കടലപ്രഥമനും അതുപോലെ സേമിയ പിന്നെ ബോളിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പായസത്തിന് ഒടുക്കത്തെ മധുരമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് സാധാരണ പായസം കുടിക്കുന്നത് വലിയ താല്പര്യമില്ല. പിന്നെ ഒരുപാട് മധുരം കുടിച്ചാൽ മൈഗ്രെയിൻ ഉണ്ടാകുന്നത് കൊണ്ട് മാത്രം ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചിയും നുള്ളിയൊക്കെ ഇരുന്നു. അവസാനം ആമിയും ദേവും കൂടെ ഒരു ഇലയിലാണ് ഇടുന്നത്. ഒരു ബോൾ ഞാൻ അവർക്ക് കൊടുത്തിട്ട് ഞാനിങ്ങനെ 3 പായസം കൂടെ മിക്സ് ചെയ്ത് കുഴച്ച് പ്രത്യേകതരം ഒരു പായസം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ മോര് പോകുന്നു, രസം പോകുന്നു, പുളിശ്ശേരി പോകുന്നു, അങ്ങനെ ഓരോന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഇല ഒരു അത്തപ്പൂക്കള മത്സരം പോലെ ഇരുന്ന ഇലയായിരുന്നു, പൂക്കളം ഇട്ട് വെച്ചിരുന്നതായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കോലം കണ്ടല്ലോ, ഒരു യുദ്ധഭൂമിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ സദ്യയൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയാണ്. പുറത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സദ്യ കൊണ്ട് കഴിഞ്ഞ് അതിനുശേഷം പുറത്തിറങ്ങി അവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ടായിരുന്നു. ഒരു ചെറിയൊരു കുളമാണ്. അപ്പോൾ അതിനകത്ത് മീൻ കിടക്കുന്ന കണ്ടിട്ട് ആ മീനെ പിടിച്ചു തരുമോ, ഗോൾഡ് ഫിഷിനെ പിടിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ച് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം അമ്മയും ദേവും കൂടെ വന്നിട്ട് അവരെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അവരെ പിടിച്ച് നിർത്തിയിട്ട് ഫോട്ടോ അല്ല എടുക്കുന്നത്, വീഡിയോസാണ് എടുക്കുന്നത്. പിന്നെ അവരെ മാത്രമല്ല എടുക്കുന്നത് കേട്ടോ, ഞാനതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും വിചാരം ഞാൻ ഫോട്ടോ എടുക്കുകയാണെന്ന് കേട്ടോ. സത്യത്തിൽ ഞാൻ ഫോട്ടോ എന്നല്ല എടുത്തത്. അപ്പോൾ ഒരു ഫോണും കൊണ്ട് ചച്ചുവും നിൽക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ചച്ചു ഫോണിൽ വീഡിയോയോ വേറെ എന്തോ പരിപാടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതിനുശേഷം പിന്നെ ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കൊടുത്ത് അതിനുശേഷം ഞാനും ചച്ചുവും കൂടെ ഉള്ളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ചച്ചുവിനെ ഞാൻ നിർബന്ധിക്കുകയാണ്. കാരണം അവന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് ഈ ചുരിദാറേ ഉള്ളൂ എന്ന് ചിന്തിക്കും. ഒരുപാട് ഡ്രസ്സ് നമുക്കുണ്ടെങ്കിലും കല്യാണത്തിനൊക്കെ പോകാൻ നേരത്ത് നമുക്ക് സമയത്ത് നോക്കിയാൽ ഒരു ഡ്രസ്സ് പോലും കാണത്തില്ല എന്നുള്ളതാണ് സത്യം. ചച്ചു ഞാനും കൂടെ ലാസ്റ്റിലൊരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവൻ ഫ്രീക്കൽ ലുക്കിൽ കുറേ ഫോട്ടോയൊക്കെ ഇതിൽ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അമ്മയും, ഇതാണ് എൻ്റെ അമ്മ കേട്ടോ, ലതിക എന്നാണ് അമ്മയുടെ പേര്, ഇതാണ് അമ്മ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.